ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Renuhoneyrose. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളൊരു റിസപ്ഷൻ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കാരണം ആ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് ഉള്ളി ഫേസ് മേക്കപ്പ് ഹെയറും സെറ്റ് ചെയ്യുക മാത്രമല്ല നമ്മൾ ചെയ്തത്. കാരണം കല്യാണക്കുട്ടി കല്യാണ ഡ്രസ്സോടെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യണം. ഹെയർ ആയിരുന്നാലും ഡ്രസ്സ് ആയിരുന്നാലും എല്ലാം റിമൂവ് ചെയ്ത് ആളൊന്ന് ഫ്രഷ് ആയതിന് ശേഷമുള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ടൈം എല്ലാം കൂടി കറക്റ്റ് അരമണിക്കൂറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്കും സ്പീഡപ്പായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തതും. കിട്ടിയ ടൈമിൽ അവരുടെ ഹെയറും അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കി. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ലെവലിലാണ് ഞാൻ നോക്കിയത്. കാരണം ആ കുട്ടിയുടെ ഡ്രസ്സ് ലെഹങ്ക മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മെസ്സി ലുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലുക്ക് ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫേസ് മേക്കപ്പിലോട്ട് പോയി. അതും അതുപോലെ തന്നെ ഫേസ് ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ലുക്ക് കിട്ടാനുള്ള ഒരു സ്പ്രേയും കൊടുത്തതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതും പെട്ടെന്ന് എല്ലാം നമ്മളെന്തെന്ന് പറയാം, നമ്മുടെ നീറ്റായിട്ടുള്ള എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കുറേ ഫാൾട്ടുകൾ ഉണ്ടാവും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ആയിരുന്നാൽ പോലും ആ ഒരു അരമണിക്കൂർ നമുക്ക് മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആ കുട്ടിയുടെ ഫേസിൽ ചെയ്തിട്ടുണ്ട്, ഹെയറിലും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാവർക്കും ലാസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെറും ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു മേക്കപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ടത് 2-3 മണിക്കൂർ എന്തായാലും മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഹെയറൊക്കെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ 3-4 മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ മേക്കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഐ മേക്കപ്പ് ജസ്റ്റ് അതിൽ ഞാനൊന്ന്, അതായത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന ഐ മേക്കപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു ഐ ഷാഡോയും അതുപോലെ തന്നെ ചെറിയൊരു സ്മോക്കിയൊക്കെ കൊടുത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഐലൈനറൊക്കെ വരച്ചതിന് ശേഷം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ലാസ്റ്റ് ആ ഒരു ഫൈനൽ ലുക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ അമ്മായിയമ്മ വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു. അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഓർണമെൻറ്റ്സ് അത് പണ്ടത്തെ ആ ഒരു ലുക്കിലേക്ക് അവർ മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓർണമെൻറ്റ്സ് അത് വേണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നത്. പക്ഷേ അത് അവർക്ക് അത് ഇടണം എന്നുള്ള ഒരു ശാഠ്യം കാരണം ഫുള്ള് ഗോൾഡും ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ മേക്കപ്പിൻ്റെ ആ ഒരു ലുക്ക് ആ ഓർണമെൻറ്റ്സ് ഇട്ടപ്പോൾ പോയി എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. കാരണം ഇതിനൊരു സിമ്പിൾ ഒരു മാലയും ഒരു എന്താ പറയുക കമ്മലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലുക്ക് വന്നേനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കമൻറ്റും ഒന്ന് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാതിരിക്കും. ഓക്കെ, ബൈ.